കേരളത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കാനുള്ള അവസാന സമയം വൈകുന്നേരം 6 മണിയാണ്. അവസാന നിമിഷങ്ങളിൽ അവസാന നിമിഷത്തെ തിരക്കില്ല. വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച കേരളീയർ പുറത്തുവന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പിൽ 85% പോളിംഗ് ശതമാനം ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ ഇല്ല, ആ കണക്കിൽ എത്താൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ അതെ, പതിവ് പോലെ പുറത്തുവന്ന് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ കേരളം സ്ഥിരതയും ആവേശവും കാണിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരും അതുപോലെ തന്നെ യുവാക്കളും പുറത്തിറങ്ങുന്നത് നമ്മൾ കണ്ടു. മുതിർന്ന പൗരന്മാർ, ഞാൻ കരുതുന്നത് യുവാക്കൾക്കിടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. തീർച്ചയായും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. ഏകദേശം 1.38 കോടി സ്ത്രീകളുണ്ട്. 1.31 കോടി പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, സ്ത്രീകളുടെ വോട്ടാണ് പോളിംഗ് ശതമാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. മൊത്തത്തിൽ വോട്ടർമാരുടെ എണ്ണം 2.78 കോടിയിൽ നിന്ന് ഏകദേശം 2.71 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഏകദേശം 7 ലക്ഷം പേരുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ തെറ്റായ പേരുകൾ, വ്യാജ പേരുകൾ മുതലായവ ആയിരിക്കാം. അതുകൊണ്ട് അവർ അല്ലാതെ തന്നെ SIR ചെയ്തതിന് ശേഷം, ആ പ്രവർത്തനം നടത്തിയതിനു ശേഷം പോളിംഗ് ശതമാനം ഉയരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഫലങ്ങൾക്കായി കേരളം മെയ് 4 വരെ കാത്തിരിക്കും. ഇപ്പോഴത്തെ നിലയിൽ ഭൂരിഭാഗം വോട്ടർമാരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം 80% പോളിംഗ് ശതമാനം തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. അത് തന്നെ ജനാധിപത്യത്തിന്റെ ഒരു ആഘോഷമാണ്.